ഇതുവരെ നമ്മൾ അങ്ങനെ 34ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്കാണ് കേട്ടോ. ഇന്ന് 34ാമത്തെ ക്വസ്റ്റ്യൻ പേപ്പർ 2023 നടന്നിട്ടുള്ള LDC നിലവാരത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പൊ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ ബന്ധം ഏതാണ്? ഒന്നാമത്തെ ആൻസർ സി ആണ് കേട്ടോ. 1ഉം 3ഉം ശരിയായിട്ടുള്ള ബന്ധമാണ്. ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ വെച്ച് നടന്നു. അഹമ്മദാബാദ് മിൽ സമരം ഗുജറാത്തിൽ വെച്ച് നടന്നു. ഓക്കെ. താഴെ പറയുന്നവയിൽ മാർത്താണ്ഡവർമ്മയുമായി ബന്ധപ്പെട്ട് തെറ്റായത് ഏതാണ്? രണ്ടാമത്തെ തെറ്റായത് ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത് എ ആണ് കേട്ടോ. 1 മാത്രം തെറ്റാണ്. ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ്? ഇതാണ്. 2ഉം 3ഉം ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. അപ്പൊ മാർത്താണ്ഡവർമ്മയെ കുറിച്ചിട്ട് ഈ 2 കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക. 1750 മാർത്താണ്ഡവർമ്മ തൃപ്പടിദാനം നടത്തിയതും 1741 മാർത്താണ്ഡവർമ്മയുടെ സൈന്യം ഡച്ചുകാരെ കുളച്ചൽ യുദ്ധത്തിൽ പരാജയപ്പെടുത്തിയതും അത് പഠിച്ചു വെക്കണം. തൃശ്ശൂർ പൂരം ആരംഭിച്ചത് ആരാണ്? ശക്തൻ തമ്പുരാനാണ് കേട്ടോ. ചുവടെ നൽകിയിട്ടുള്ളതിൽ EMS നമ്പൂതിരിപ്പാടിന്റെ കൃതി ഏതാണ്? 1.25 കോടി മലയാളികൾ. ദേശീയ സമരകാലത്തെ ഇന്ത്യൻ പത്രങ്ങളും അവയുടെ സ്ഥാപക നേതാക്കളുമാണ് താഴെ കൊടുത്തിരിക്കുന്നത്. ശരിയായ ബന്ധം ഏത്? 4B ആണ്. 1ഉം 3ഉമാണ് ശരിയായിട്ടുള്ളത് കേട്ടോ. കേസരി ബാലഗംഗാധര തിലകൻ, പിന്നെ വോയിസ് ഓഫ് ഇന്ത്യ ദാദാബായി നവറോജി. യങ് ഇന്ത്യയുടേതാണ് ഗാന്ധിജിയുടെ അല്ലെ. താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാണ്? എ തെറ്റാണ് കേട്ടോ. 3 മാത്രം തെറ്റാണ്. ഇവിടെ നോക്കിയോ. എനിക്ക് ശേഷം പ്രളയം ലൂയി 15. ഞാനാണ് രാഷ്ട്രം ലൂയി 14. അപ്പൊ താഴെ പറയുന്ന ഉദ്ധരണികളിൽ തെറ്റായത് ഏതാന്ന് ചോദിച്ചാൽ 5ാമത്തെ ആൻസർ എ ആണ്. 3 മാത്രമാണ് തെറ്റ്. സ്വതന്ത്രനായി ജനിക്കുന്ന മനുഷ്യൻ എവിടെയും ചങ്ങലയിലാണ് എന്ന് പറഞ്ഞത് ആരാണ്? റൂസോയാണ് പറഞ്ഞത്, വോൾട്ടയർ അല്ല. 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് ഏത് രാജ്യത്ത് വെച്ചിട്ടാണ്? 2023 ഏഷ്യൻ ഗെയിംസ് നടക്കുന്നത് സി ചൈനയിൽ വെച്ചിട്ടാണ് കേട്ടോ. ചവറ കരിമണൽ നിക്ഷേപണത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ധാതു ഏതാണ്? ബി ആണ്, ഇൽമനൈറ്റ് ആണ്. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ ഗോപുരവാതിലുകളിലൂടെ സൂര്യനെ ദർശിക്കാൻ സാധിക്കുന്നത് ഏത് മാസത്തിലാണ്? സെപ്റ്റംബർ മാസത്തിൽ. ഏത് സംസ്ഥാനത്തിന്റെ ദേശീയ പുഷ്പമാണ് ബ്രഹ്മകമലം? ഡി ഉത്തരാഖണ്ഡ്. സുവർണ ചതുഷ്കോണം എന്നത് ഒരു എന്താണത്? 10ാമത്തെ സി ആണ് അല്ലെ, ഒരു ഹൈവേ ആണ്. സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ഏത് സംസ്ഥാനത്തിലാണ്? ആന്ധ്രാപ്രദേശ്. ആദിത്യ L1 ദൗത്യത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണ്? PSLV. ഇന്ത്യൻ സാമ്പത്തിക ആസൂത്രണത്തെ സംബന്ധിച്ച് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയവ ഏതെല്ലാം? സി ആണ്. 1ഉം 2ഉം 4ഉം ശരിയാണ്. ആസൂത്രണ കമ്മീഷൻ 1950 സ്ഥാപിച്ചു. 1951 1ാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചു. സ്വാശ്രയത്വം ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമാണ്. ഹരിത വിപ്ലവവുമായി ബന്ധം ഇല്ലാത്തത് ഏതാണ്? ബന്ധമില്ലാത്തത് ബി ആണ് കേട്ടോ. 14ാമത്തെ ആൻസർ ബി ആണ്, ബന്ധമില്ല. അപ്പോ എയും സിയും ഡിയും ബന്ധമുള്ളതാണ്. ഹരിത വിപ്ലവത്തെ കുറിച്ച് നിങ്ങൾ ഈ 3 കാര്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുക. ഇന്ത്യയിലെ എല്ലാ കാർഷിക വിളകളുടെ ഉൽപാദനം അഭൂതപൂർവമായിട്ട് വർദ്ധിച്ചു. പിന്നെയോ ഡോക്ടർ MS സ്വാമിനാഥൻ പ്രധാന പങ്ക് വഹിച്ചു. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും ഉപയോഗം വർദ്ധിച്ചു. ഇവിടെ ഹരിത വിപ്ലവവുമായി ബന്ധമില്ലാത്തത് എന്ന ചോദ്യത്തിന് ആൻസർ ഏതാണ്? ബി ആണ് അല്ലെ, 1 മാത്രം. അപ്പൊ ഇത് ബന്ധമില്ലാത്തതാണ് കേട്ടോ. ഈ 3 കാര്യങ്ങൾ 2ഉം 3ഉം 4ഉം നിങ്ങൾ എന്ത് ചെയ്യണം? നന്നായിട്ട് പഠിച്ചു വെക്കണം കേട്ടോ. G20 ഉച്ചകോടി 2023 ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരി ആയവ ഏതെല്ലാം? ഇവിടെ ഡി ആണ് കേട്ടോ. എല്ലാം 1, 2, 3, 4 ഒക്കെ G20 ബന്ധപ്പെട്ടതാണ്. ന്യൂഡൽഹിയിൽ വെച്ച് നടന്നില്ലേ 2023 G20 എവിടെയാണ്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വെച്ചിട്ടാണ്. 2024 ബ്രസീലിൽ വെച്ചിട്ടാണ്. ശ്രീ നരേന്ദ്രമോദി ചെയർമാനായിരുന്നു. വസുദൈവ കുടുംബകം മുദ്രാവാക്യ 18ാമത്തെ ഉച്ചകോടിയായിരുന്നു. റിവേഴ്സ് റിപ്പോ നിരക്ക് എന്നാൽ ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. റിവേഴ്സ് റിപ്പോ നിരക്ക് പറയുന്നത് എ ആണ്. 16ാമത്തെ എ ആണ് ആൻസർ. റിസർവ് ബാങ്ക് രാജ്യത്തെ വാണിജ്യ ബാങ്കുകളിൽ നിന്ന് പണം കടം വാങ്ങുന്ന നിരക്കാണ്
റിവേഴ്സ് റെപ്പോ നിരക്ക്. ഇന്ത്യയിൽ കനേഷുകുമാരി അല്ലെ, കനേഷുകുമാരി സെൻസസ് ആണ് എന്ന് പറയാം അല്ലെ, തുടങ്ങിയ വർഷം എപ്പോഴാണ്? 17ാമത്തെ ബി ആണ് 1881. ചരക്ക് സേവന നികുതി GST എന്നാൽ GST എന്താണ്? ഒരു പരോക്ഷ നികുതിയാണ് അല്ലെ. 18ാമത്തെ ആൻസർ ഡി ആണ്, ഒരു ഇൻഡയറക്റ്റ് ടാക്സ് ആണ്. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യ സ്വർണം നേടാത്ത മത്സര ഇനങ്ങൾ ഏവ? ബി ആണ് കേട്ടോ. റോവിങ്ങിലും ചെസ്സിലും ഗോൾഫിലൊന്നും സ്വർണം നേടിയിട്ടില്ല. 1946 ഡോക്ടർ രാജേന്ദ്ര പ്രസാദിന്റെ അധ്യക്ഷതയിൽ ഭരണഘടനാ നിർമ്മാണ സഭ രൂപീകരിച്ചത് ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം? ക്യാബിനറ്റ് മിഷൻ അല്ലെ. 20ാമത്തെ സി ആണ്. സ്വതന്ത്ര ഇന്ത്യയുടെ ആദ്യത്തെ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന മൗലാന അബ്ദുൽ കലാം ആസാദ് രചിച്ച ശ്രദ്ധേയമായ ഗ്രന്ഥം അല്ലെ, ഏതാണ്? ഗ്രന്ഥം ഏതാണ്? ബി ആണ്, ഇന്ത്യ വിൻസ് ഫ്രീഡം. താഴെ പറയുന്ന ആശയങ്ങളിൽ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി മാർഗനിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെയാണ് എന്ന് കണ്ടെത്തുക. 22ാമത്തെ ഡി ആണ്, 1, 3, 4. 1, 3, 4. ഇന്ത്യയെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റുക എന്നതാണ് ഇതിന്റെ ലക്ഷ്യം. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായിട്ട് കോടതിയെ സമീപിക്കാവുന്നതാണ്. അതെന്താണ്? തെറ്റാണ് അല്ലെ, കോടതിയെ സമീപിക്കാനൊന്നും കഴിയില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ശരിയാണ്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണ് ഇതിൽ പറയുന്നത്. വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 23ാമത്തെ ഡി ആണ്, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 1, 2, 3, 4 ഒക്കെ പഠിച്ചു വെക്കുക കേട്ടോ. സംസ്ഥാന തലത്തിലും കേന്ദ്രതലത്തിലും വിവരാവകാശ കമ്മീഷൻ രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഉൾപ്പെടെ 10ൽ കവിയാത്ത അംഗങ്ങൾ ഉണ്ടാകും. തെറ്റായ വിവരങ്ങൾ നൽകുകയോ കൃത്യസമയത്തിനകം മറുപടി നൽകാതിരിക്കുകയോ ചെയ്താൽ ഉദ്യോഗസ്ഥനുമേൽ പിഴ ഈടാക്കാം. കോടതിയുടെ പരിഗണനയിലുള്ള വിവരങ്ങൾ വെളിപ്പെടുത്താൻ നിർദ്ദേശിക്കാൻ അധികാരമില്ല. ശരിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിശേഷിപ്പിച്ച ഭരണഘടനാ വകുപ്പ് ഡി ആണ്, ഭരണഘടനാപരമായ പരിഹാരത്തിനുള്ള അവകാശം. ആർട്ടിക്കിൾ 32. 24ാമത്തെ 25 താഴെ പറയുന്നവയിൽ ഏതൊക്കെ തെരഞ്ഞെടുപ്പുകളാണ് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നത്? 25 ബി ആണ് ആൻസർ. 1, 3, 4. 1, 3, 4. രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നേരിട്ട് നടത്തുന്നുണ്ട്. സംസ്ഥാന നിയമസഭ കൗൺസിൽ തെരഞ്ഞെടുപ്പ്, രാജ്യസഭ ലോകസഭ തെരഞ്ഞെടുപ്പ്. പിംഗലി വെങ്കയ്യ എന്ന പേര് താഴെ പറയുന്നവയെ ഏത് വിഷയവുമായിട്ട് ബന്ധപ്പെട്ട്? ദേശീയ പതാക രൂപകൽപ്പന ചെയ്ത വ്യക്തി. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ എൻഡോസൾഫാൻ ദുരിതബാധിതർക്ക് വേണ്ടി നടത്തുന്ന പ്രതിമാസ ധനസഹായ പദ്ധതിയുടെ പേര്? സ്നേഹ സാന്ത്വനം. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 166 പ്രകാരമുള്ള കാര്യനിർവഹണ ചട്ടങ്ങളിലെ തെറ്റായ പ്രസ്താവന ഏത്? 28ാമത്തെ ഡി. പ്രസ്താവന 3 തെറ്റാണ്. ഏതാണ് തെറ്റായ പ്രസ്താവന? അപ്പോ ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് 1, 2, 4. സെക്രട്ടേറിയറ്റിലെ ഓരോ വകുപ്പിന്റെയും തലവൻ സെക്രട്ടറിയാണ്. ഗവർണറുടെ ചുമതലകളിൽ അദ്ദേഹത്തെ സഹായിക്കാനും ഉപദേശിക്കാനുമാണ് മന്ത്രിസഭ. പിന്നെ ഏതാണ് ഇവിടെ ആൻസർ ഏതാ പറഞ്ഞ? നമ്മൾ 3 തെറ്റാണെന്ന് പറഞ്ഞു അല്ലെ. പിന്നെ സെക്രട്ടേറിയറ്റിലെ വിവിധ വകുപ്പുകളിലൂടെയാണ് ഗവൺമെന്റിന്റെ ഇടപാടുകൾ നടക്കുന്നത്. കേരളത്തിന്റെ 7ാമത് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കപ്പെട്ട വ്യക്തിയുടെ പേരെന്താണ്? എ. ഷാജഹാൻ. എല്ലാ വർഷവും ലോക തണ്ണീർത്തട ദിനമായിട്ട് ആചരിക്കുന്നത് ഏത് ദിവസം? ലോക തണ്ണീർത്തട ദിനം എപ്പോഴാണ്? ഫെബ്രുവരി 2. ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഭാഗമായ അഖിലേന്ത്യാ സർവീസുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 31ാമത്തെ എ ആണ് ആൻസർ. 1, 2, 3. 1, 2, 3 ശരിയാണ് കേട്ടോ. എന്തൊക്കെയാണ്? ദേശീയതലത്തിൽ തെരഞ്ഞെടുക്കുന്നു, കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നു. പിന്നെ 1, 2, 3 അല്ലെ. ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് ഒരു അഖിലേന്ത്യാ സർവീസ് ആണ്. IAS അല്ലെ. ഏതൊക്കെയാണ് അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്? IAS, പിന്നെ IPS, IFS അല്ലെ. IFS. 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ഏറ്റവും ഉയർന്ന സ്ത്രീ പുരുഷ അനുപാതമുള്ള ജില്ല ഏത്? എ. കണ്ണൂർ. സംസ്ഥാന ഗവൺമെന്റ് ഓഫീസുകളിലെ അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കുന്നതിനായിട്ട് സ്ഥാപിക്കപ്പെട്ട ഏജൻസി? സംസ്ഥാന വിജിലൻസ് കമ്മീഷൻ. 1964 രൂപം കൊണ്ടു. ഗർഭാശയ ഭിത്തിയിലെ പേശികളെ സങ്കോചിപ്പിക്കുന്ന ഹോർമോൺ ഏതാണ്? ഓക്സിറ്റോസിൻ.
കർണപടത്തിന്റെ ഇരുവശത്തെയും മർദ്ദം തുല്യമാക്കാൻ സഹായിക്കുന്ന ഭാഗം ഏത്? 35ാമത്തെ യൂസ്റ്റേഷ്യൻ നാളി. IUCN എന്ന സംഘടനയെ സംബന്ധിക്കുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏവ? സി ആണ്. 1, 3, 4 ശരിയാണ്. 1, 3, 4 ശരി. ജൈവ വൈവിധ്യ സംരക്ഷണമാണ് ഇതിന്റെ ലക്ഷ്യം. റെഡ് ഡാറ്റ ബുക്ക് തയ്യാറാക്കുന്നു. ഈ സംഘടന വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിച്ചു വരുന്നു. ഇവിടെ ജപ്പാനാണ് IUCNന്റെ ആസ്ഥാനം. ആണോ? സ്വിറ്റ്സർലൻഡിലെ സൂറിച്ചിലെ IUCNന്റെ ആസ്ഥാനം. ശരീരത്തിന്റെ രോഗപ്രതിരോധ ശേഷിയെ തകരാറിലാക്കുന്ന രോഗം ഏതാണ്? സി, എയ്ഡ്സ് ആണ്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്തിലാണ് ഏറ്റവും കൂടുതൽ കണ്ടൽക്കാടുകൾ കാണുന്നത്? പശ്ചിമ ബംഗാൾ. താഴെ പറയുന്നവയിൽ രോഗാണുക്കൾ ഇല്ലാതെ ഉണ്ടാകുന്ന രോഗങ്ങൾ ഏവ? 39ാമത്തെ എ ആണ്. 1ഉം 2ഉം. സിക്കിൾസൺ അനീമിയ, ഹീമോഫീലിയ. ഏത് ഗ്രന്ഥിയാണ് ശരീരത്തിന്റെ വളർച്ചയെ നിയന്ത്രിക്കുന്നത്? ഡി ആണ്. പിറ്റ്യൂട്ടറി ഗ്രന്ഥി. വായുവിലൂടെ വലിച്ചെടുക്കാൻ കഴിയുന്ന വാക്സിൻ വികസിപ്പിച്ച രാജ്യം ഏത്? ബി, ചൈനയാണ്. ഒരു കോൺകേവ് ദർപ്പണത്തിന്റെ വക്രത ആരം 20 സെന്റിമീറ്റർ ആണെങ്കിൽ അതിന്റെ ഫോക്കൽ ദൂരം എത്രയായിരിക്കും? 10 സെന്റിമീറ്റർ. തിരശ്ചീന ദിശയ്ക്ക് മുകളിലായി 45 ഡിഗ്രി കോണളവിൽ ഒരു ക്രിക്കറ്റ് പന്ത് എറിയുകയാണെങ്കിൽ അതിന്റെ തിരശ്ചീന പരിധിയും പരമാവധി ഉയരവും തമ്മിലുള്ള അനുപാതം എത്രയായിരിക്കും? ബി, 1:4. ജലം അണുവിമുക്തമാക്കുന്നതിനുള്ള ശുദ്ധീകരണികളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത കാന്തിക തരംഗം ഏതാണ്? അൾട്രാവയലറ്റ് തരംഗം. ചന്ദ്രയാൻ 3ലെ വിക്രം ലാൻഡറും പ്രജ്ഞാൻ റോവറും രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് എത്ര ദിവസത്തെ പരീക്ഷണ ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്? 14 ഭൗമ ദിനങ്ങൾക്ക്. ഭൗമദിനമാണ്, ചാന്ദ്രദിനമല്ല, ഭൗമദിനം. നമ്മൾക്ക് കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് ചാന്ദ്രയാനാവുമ്പോ ചാന്ദ്ര ദൗത്യം എന്ന് വിചാരിക്കില്ലേ? പക്ഷെ 14 ഭൗമ ദിനം. ഏതു മേഖലയിലെ പഠനവുമായി ബന്ധപ്പെട്ട സംഭാവനയ്ക്കാണ് 2023ലെ ഭൗതിക ശാസ്ത്ര നോബൽ പുരസ്കാരം പ്രഖ്യാപിച്ചത്? ഏതാണ്? ഇലക്ട്രോൺ ഡൈനാമിക്സ്. നിത്യവും പാചകത്തിന് ഉപയോഗിക്കുന്ന LPG ദ്രാവകാവസ്ഥയിലാണ്. നാം ശ്വസിക്കുന്ന വായുവിനെ വരെ ദ്രാവകമാക്കാൻ ഏറ്റവും അനുകൂലമായ സാഹചര്യം ഏതാണ്? സി ആണ്. മർദ്ദം കൂട്ടുക, ഊഷ്മാവ് കുറയ്ക്കുക. തിളക്കം വർദ്ധിപ്പിച്ചു തരാം എന്ന പേരിൽ സ്വർണ്ണാഭരണങ്ങൾ ലയിപ്പിച്ച് കബളിപ്പിച്ചു കൊണ്ടുപോകുന്ന തട്ടിപ്പ് സംഘങ്ങളെ കുറിച്ച് കേട്ടിട്ടുണ്ടാവും. സ്വർണം ലയിപ്പിക്കാൻ ഉപയോഗിക്കുന്ന അക്വാറീജയിൽ അടങ്ങിയിട്ടുള്ളത് ഏതാണ്? ഏതാണ്? ഡി, HCl-ഉം അല്ലെ? HCl ഹൈഡ്രോക്ലോറിക് ആസിഡ്, HNO3 ട്ടോ. പൂരിത ലായനി അല്ലാത്ത ഉപ്പുവെള്ളം ഒരു ഡാഷ് ആണ്. ഏകാത്മക മിശ്രിതമാണ്. ഉപ്പുവെള്ളം ഒരു ഏകാത്മക മിശ്രിതം. 2023ലെ രസാന്തര നോബൽ സമ്മാനം ലഭിച്ചത് ഏതു മേഖലയിലുള്ള സംഭാവനയ്ക്കാണ്? ക്വാണ്ടം ഡോട്ടുകൾ. സാധാരണ ഉപയോഗിക്കുന്ന സിമന്റിൽ ഏറ്റവും കൂടുതലുള്ള ഘടകം ഏത്? സിമന്റില് ഏറ്റവും ഉള്ള ഘടകം ഏതാണ്? 51ാമത്തെ ആൻസർ എ ആണ് കേട്ടോ. CaO. മലയാള നാടകങ്ങളിൽ സ്ത്രീ കഥാപാത്രങ്ങളെ അവതരിപ്പിച്ച് പ്രസിദ്ധി നേടിയ ഓച്ചിറ വേലിക്കുട്ടിയുടെ ജീവിതം പ്രമേയമായ നോവൽ ഏതാണ്? 52ാമത്തെ ആൻസർ ഏതാണ്? എ ആണ് കേട്ടോ. അലിംഗം. ഏഷ്യൻ ഗെയിംസ് 2023 സ്വർണ്ണ മെഡൽ നേടിയ വനിതകളുടെ ക്രിക്കറ്റ് ടീമിനെ ഫൈനലിൽ നയിച്ചത് ആരാണ്? ഡി, ഹർമൻപ്രീത് കൗർ. ക്വസ്റ്റ്യൻ 3 ടഫ് ആണ് അല്ലെ? കുറച്ച് നല്ല ടഫുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇവിടെയുണ്ടു ഞാൻ എന്നറിയിക്കുവാൻ മധുരമാം ഒരു കൂവൽ മാത്രം മതി. ആരുടെ വരികളാണ്? 54ാമത്തെ സി, PP രാമചന്ദ്രൻ. താഴെ പറയുന്നവയിൽ വാഹന സുരക്ഷയുമായി ബന്ധപ്പെട്ട പദ്ധതി ഏതാണ്? വാഹന സുരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടത് ഏതാണ്? 55ാമത്തെ എ ആണ്. BNCAP ട്ടോ. ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. 56ാമത്തെ ശരിയായിട്ടുള്ള ജോഡി ഡി ആണ്. 1, 2, 3 മാത്രം. 1, 2, 1, 2, 3. CV രാമൻപിള്ള, പീറ്റർ സ്കോട്ട്, MT വാസുദേവൻ നായർ, ഹെമിംഗ്വേ എന്നറിയപ്പെടുന്നത്, ONV കുറുപ്പ്, അലക്സ് പുഷ്കിൻ എന്ന് അറിയപ്പെടുന്നത്. കഥകളി വിജ്ഞാന കോശം രചിച്ചത് ആരാണ്? അയ്മനം കൃഷ്ണ കൈമൾ. ഇവിടെ ക്വസ്റ്റ്യൻ 58ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയോളൂ. തകര ശിവശങ്കരപ്പിള്ളയ്ക്ക്, അത് തകഴിയാണ് അല്ലേ? ഇവിടെ തകഴി ശിവശങ്കരപ്പിള്ളയ്ക്ക് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിക്കൊടുത്ത കൃതി ഏതാണ്? 58 ബി ആണ്. ചെമ്മീൻ. താഴെ കൊടുത്തവയിൽ ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം? 59ാമത്തെ ബി ആണ്. മുകളിൽ പറഞ്ഞ എല്ലാ പ്രസ്താവനകളും
ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. ഒരു നെറ്റ്വർക്കിൽ ഡിജിറ്റൽ സിഗ്നലുകളെ അനലോഗായും തിരിച്ചു മാറ്റാൻ കഴിവുള്ള ഉപകരണമാണ് മോഡം. ഒരു നെറ്റ്വർക്കിൽ ഹബിലേക്ക് വരുന്ന വിവരങ്ങൾ പ്രസ്തുത നെറ്റ്വർക്കിൽ ഉൾപ്പെട്ടിരിക്കുന്ന എല്ലാ കമ്പ്യൂട്ടറുകളിലേക്കും കൈമാറുകയാണ് ഹബ് ചെയ്യുന്നത്. ഒരു നെറ്റ്വർക്കിൽ ഏത് കമ്പ്യൂട്ടറിലേക്കാണോ വിവരങ്ങൾ എത്തിക്കേണ്ടത് ആ കമ്പ്യൂട്ടറിലേക്ക് മാത്രമേ സ്വിച്ച് വിവരം നൽകുകയുള്ളൂ. ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് 2000 അല്ലെ, IT ആക്ട് 2000 അല്ലെങ്കിൽ IT ആക്ട് ആയിട്ട് ഇന്ത്യൻ പാർലമെന്റിൽ വിജ്ഞാപനം ചെയ്ത തീയതി എപ്പോഴാണ്? 60ാമത്തെ ആൻസർ ചെയ്തവര് D ആണ് അല്ലെ, 2000 ഒക്ടോബർ 17-നാണ്. വിവിധ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ഉപയോഗിക്കുന്ന ഫയൽ സിസ്റ്റങ്ങൾ ഏതെല്ലാം? 61 A ആണ് കേട്ടോ. 1 GNU ലിനക്സ് ഏതാണ്? 2 വരുന്നത് ext4 1. ഇനി 2 മൈക്രോസോഫ്റ്റ് വിൻഡോസ് NTFS. പിന്നെ 3ാമത്തെ ആപ്പിൾ മാക്സ് OS X HPFS കേട്ടോ. ഇന്ത്യയിലെ നിലവിലെ ഏറ്റവും മൂല്യവത്തായ ബ്രാൻഡ് ഏതാണ്? ടാറ്റ കൺസൾട്ടൻസി സർവീസ്. 2023 ഏഷ്യൻ ഗെയിംസ് ഷൂട്ടിംഗിൽ 2 സ്വർണവും 1 വെള്ളിയും 1 വെങ്കലവും നേടിയ ഇന്ത്യൻ താരം ആരാണ്? ഐശ്വരി പ്രതാപ് സിംഗ് തോമർ. വിവരാവകാശ നിയമത്തിലെ വ്യവസ്ഥകൾ പ്രകാരം ഏത് സാഹചര്യത്തിലാണ് ഒരു വിശ്വസ്ത ബന്ധത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ വെളിപ്പെടുത്താൻ കഴിയുക? C ആണ് ആൻസർ. ഒരു വലിയ പൊതു താല്പര്യത്തിന് അത് ആവശ്യമാണെന്ന് യോഗ്യതയുള്ള അധികാരി കരുതുമ്പോൾ. ഇനി പറയുന്നവയിൽ ഏതാണ് ഉപഭോക്തൃ അവകാശങ്ങളിൽ ഉൾപ്പെടാത്തത്? ഏതാണ്? 65 D ആണ് കേട്ടോ. അപ്പൊ ഉൾപ്പെടുന്നത് Aയും Bയും C ഒക്കെ എന്താണ്? ഉൾപ്പെടുന്ന കാര്യങ്ങളാണ്. 2005 ഗാർഹിക അതിക്രമ നിയമത്തിൽ നിന്നുള്ള സ്ത്രീകളുടെ സംരക്ഷണത്തിന് കീഴിലുള്ള ഗാർഹിക പീഡനം എങ്ങനെ നിർണയിക്കപ്പെടുന്നു? C ആണ്. കേസിന്റെ മൊത്തത്തിലുള്ള വസ്തുതകളും സാഹചര്യങ്ങളും കണക്കിലെടുത്ത്. മാതാപിതാക്കളുടെയും മുതിർന്നവരുടെയും പരിപാലനം, ക്ഷേമം എന്നീ വ്യവസ്ഥകൾ പ്രകാരം ഒരു മുതിർന്ന പൗരനെ നിലനിർത്താൻ ബന്ധു ബാധ്യസ്ഥനായിരിക്കുന്നത് ഏത് വ്യവസ്ഥയിലാണ്? D. മുതിർന്ന പൗരന്റെ സ്വത്ത് ബന്ധു കൈവശം വെക്കുകയോ അല്ലെങ്കിൽ അനന്തരാവകാശമായി സ്വീകരിക്കുകയോ ചെയ്താൽ. 2012 ലൈംഗിക കുറ്റകൃത്യങ്ങളിൽ നിന്നുള്ള കുട്ടികളുടെ സംരക്ഷണ നിയമം പോക്സോ ആക്ടിലെ നിയമം അനുസരിച്ച് ഒരു കുട്ടിയെ ലൈംഗികമായി ഉപദ്രവിക്കുന്നതിനുള്ള ശിക്ഷ എന്താണ്? 68ാമത്തെ B ആണ്. 3 വർഷത്തിൽ കൂടാത്ത തടവ്. ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം നൽകുന്ന ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിളാണ് ഇന്ത്യൻ പൗരന്മാർക്ക് അവർക്കെതിരെയും ഇന്ത്യൻ സർക്കാരിനെതിരെ പോലും അവരുടെ അവകാശങ്ങൾക്കായി നിലകൊള്ളാൻ അനുവദിക്കുന്നത്? 69ാമത്തെ B ആണ്. ആർട്ടിക്കിൾ 32. അത് B അംബേദ്കർ വിശേഷിപ്പിച്ചതാണല്ലോ. താഴെ പറയുന്നവരിൽ ആരാണ് ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ അധ്യക്ഷൻ? ആരാണ്? 70ാമത്തെ ആൻസർ A, ജയന്തി പട്നായിക്. ഓക്കെ, അപ്പൊ തീർച്ചയായിട്ടും നമ്മുടെ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. താഴെ ഒന്ന് കമന്റ് ഒക്കെ ഒന്ന് രേഖപ്പെടുത്തുക ക്ലാസ്സിനെ കുറിച്ചിട്ടുള്ള അഭിപ്രായം. ഓക്കെ, നല്ല രീതിയിൽ പഠിക്കുക. ഏപ്രിൽ മാസം കഴിയാനായി, മാസങ്ങൾ ഓർമ്മിച്ച് വിടുകയാണ്. ലാഗ് ചെയ്യിപ്പിക്കരുത് കേട്ടോ. നന്നായിട്ട് പഠിക്കുക. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. താങ്ക് യു.